പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 26 ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചിരുന്നു. ഓർത്ത് നോക്കി എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നടത്തിയത്. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂടെയായിരുന്നു. യഹോവ ഈരയായി നമ്മുടെ കൂടെയിരുന്ന് നമ്മളെ അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തിയ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ആമേൻ നമുക്ക് ഒരു അനർത്ഥം സംഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ കഴിഞ്ഞ രാത്രികാലം നമ്മളെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അതുപോലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ ഉണർത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കും. നമ്മൾ ഉണർന്നത് നമ്മുടെ മിടുക്കല്ല, ദൈവകൃപയാകുന്നു. കർത്താവിന് കരമുയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ സകല വഴികളിലും നമ്മളെ കാപ്പാൻ തൻ്റെ ദൂതന്മാർ സദാ ജാഗരൂപരായി നമ്മുടെ കൂടെ നിൽക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കുവാനായി കർത്താവ് തന്നിരിക്കുന്ന ദിവസമാണ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 43-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ആമേൻ, ആമേൻ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവ് എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയാട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമുക്ക് ദൈവം പ്രവർത്തിക്കുന്ന സമയമോ പ്രാർത്ഥിക്കുന്ന സമയം, സ്വർഗം ചെവി ചായച്ച് കേൾക്കുന്ന സമയമോ പ്രാർത്ഥിക്കുന്ന സമയം. അതുകൊണ്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായി തീരട്ടെ, സൗഖ്യമുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യത്തിൽ തന്നെ മക്കൾ ജീവിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ബ്ലഡ് പ്രഷർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമലായി തീരട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. എല്ലാ ഹോർമോണൽ ഇംബാലൻസുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ബ്ലഡിനകത്തുള്ള എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. എല്ലാ ടെസ്റ്റുകളും നോർമലാകട്ടെ. എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും നോർമലാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് പെയിനുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എല്ലാ ആർത്രൈറ്റിസിൻ്റെ വേദനകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അഡ്മിഷന് വേണ്ടി ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം. വിവാഹം സംബന്ധമായ വിഷയങ്ങളിൽ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വിവാഹാലോചനകൾ വരട്ടെ. തക്കതായ വിവാഹം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തന്ന എല്ലാ നന്മകൾക്കും നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, ദാസിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അങ്ങയുടെ നാമം ഇന്ന് മഹിമപ്പെടുവാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് നടക്കുവാൻ ഇടവരട്ടെ. ദൈവകൃപ ഇന്ന് വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് ഇന്ത്യൻ സമയം കർത്താവ് അനുവദിച്ചാൽ
ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അത് വലിയ അനുഗ്രഹമായി തീരട്ടെ, വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുന്നതിൻ്റെ സ്തോത്രം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും വേദോസ്തം പറയുക, മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം. നമ്മൾ ഏത് കാര്യത്തിൽ എവിടെ ജോലി ചെയ്യുന്നവരായാലും നമ്മൾ ചെയ്യുന്നത് അത് കർത്താവിനാണെന്നുള്ള ബോധ്യത്തിൽ വേണം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കർത്താവിൻ്റെ അംബാസഡേഴ്സായിട്ടാണ്. നമ്മൾ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്താണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടാണ് ചെയ്യുന്നത്. കർത്താവിനെന്ന വണ്ണം ചെയ്യണം. നിങ്ങൾ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ അല്ല ഒരു വലിയ ഓർഗനൈസേഷൻ്റെ വലിയ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണെങ്കിലും, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഓർക്കുക, നമ്മൾ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്ന കർത്താവിനെയാണ്. അപ്പോൾ നമ്മൾ ആർക്കെന്നുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ യജമാനന്മാർ നമ്മുടെ മുകളിലുണ്ടാകാം, നമുക്ക് മുകളിൽ ബോസുമാരുണ്ടാകാം, നമുക്ക് മുകളിൽ നമ്മളെ നോക്കുന്ന പലരും കാണും. പക്ഷെ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ യജമാനൻ ദൈവമാണ്. എവിടെ ജോലി ചെയ്താലും, എത്ര ക്രൂരന്മാരായ ബോസുമാർ നിങ്ങൾക്കുണ്ടെങ്കിലും, എത്ര ദൈവമല്ലാത്തവരാണെങ്കിൽ പോലും, നമ്മുടെ ബോസുമാർ ആരുമായിക്കോട്ടെ, പക്ഷെ നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? നമ്മൾ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ദൈവത്തിനെന്ന വണ്ണം വേണം നമ്മൾ ജോലി ചെയ്യുവാൻ. ഇവിടെയുള്ള ബോസുമാർ പ്രസാദിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ആരെ പ്രസാദിപ്പിക്കണം? നമ്മൾ ജോലി ചെയ്യുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇവിടുത്തെ ബോസുമാർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം കാണണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ കാണണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കാണണമെന്നില്ല. അതൊന്നും നമുക്കൊരു വിഷയമാക്കേണ്ട. അവർ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തോട്ടെ. കാരണം നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കാണുമ്പോൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ ദൈവം കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ഫെയ്ത്ത്ഫുൾ ആണെന്ന് ദൈവം നമ്മളെക്കുറിച്ച് പറയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ആർക്കെന്നല്ല മനുഷ്യർക്കെന്നല്ല. നമ്മളെല്ലാം നമ്മുടെ ബോസുമാരെ പ്രസാദിപ്പിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. നമ്മുടെ മേളിലുള്ളവർക്ക് സന്തോഷം കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. നമ്മൾ ദൈവത്തിന് സന്തോഷം കൊണ്ടുവന്നാൽ മതി, തന്നെ നമ്മുടെ ബോസുമാർക്ക് സന്തോഷമായിക്കോളും. നമ്മുടെ മുകളിലുള്ളവർ അവർ കണ്ടാലും കണ്ടില്ല. ചിലർ പറയും, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അത് ഇവരാരും കാണുന്നില്ല. അവരാരും കാണണ്ട, നീ ദൈവവേദനല്ലേ. ദൈവം കാണും. ദൈവം കണ്ടിട്ട് തക്ക സമയത്ത് നിനക്ക് പ്രതിഫലം തരും. അവിടെ പറയാം, 24-ാം വാക്യം പറയുക, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. അപ്പോൾ നമ്മൾ ചിലപ്പം പറയും, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ഇവരാരും അതൊന്നും കാണുന്നില്ല, നമുക്കതിനൊക്കെ ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ വേദോസം പറയുക, അവകാശമെന്ന പ്രതിഫലം ആര് തരും? കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ തന്നെ സേവിപ്പിൻ. നമ്മൾ എവിടെ ജോലി ചെയ്യുമ്പോഴും ഓർത്തോളം ഞാനൊരു സുവിശേഷ വേലയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാകാൻ ശ്രമിക്കരുത്. ഈ ലോകത്തിൽ ദൃഷ്ടിസേവ, അതായത് ബോസിനെ കാണുമ്പോൾ ചിലരെ കണ്ടിട്ടില്ല, ഭയങ്കര തിരക്കാണ് ജോലിയിൽ. അവർക്ക് യജമാനന്മാരുള്ളപ്പോൾ അവർക്ക് ഭയങ്കര തിരക്കാണ്. യജമാനന്മാരില്ലെങ്കിൽ അവരൊരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെ ആകരുത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം, ദൈവത്തിന് പ്രസാദമായിരിക്കും. നമ്മുടെ ജോലി, നമ്മളെ കർത്താവാണ് നമുക്ക് ജോലി തന്നത്. നിങ്ങൾ നേഴ്സായാലും എഞ്ചിനീയറായാലും നിങ്ങൾ ടീച്ചറായാലും നിങ്ങൾ എന്ത് പ്രൊഫഷനായാലും കർത്താവാണ് നിങ്ങൾക്ക് ജോലി തന്നത്. ആ ജോലിയിൽ നിങ്ങൾ ആരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ഈ ലോകത്തിലെ ബോസുമാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, നിങ്ങൾക്ക് അവകാശമെന്ന പ്രതിഫലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നില്ലെങ്കിലും, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ, ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രതിഫലവും ഉയർച്ചയും മാന്യതയും തരും. അതാണ് നമ്മുടെ ഉറപ്പ്, കേട്ടോ. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് വേണം ജോലി ചെയ്യുവാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.